എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സേനാണ്. ലോകത്തുള്ള എല്ലാ ആളുകളോടും ആരോഗ്യത്തെപ്പറ്റി സംസാരിക്കുന്ന ഡോക്ടർ എന്തിനാണ് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ടോക്കുകൾ ചെയ്യുന്നത്? എന്തിനാണ് ഡോക്ടർ ഇങ്ങനെ മുടി കളർ ചെയ്യുന്നത്? എന്തിനാണ് ഡോക്ടർ ഇവിടെ ടാറ്റു അടിച്ചിരിക്കുന്നത്? ഒരു ഡോക്ടർ ഇതൊക്കെ ചെയ്യാൻ പാടും? ഈ ചോദ്യം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്നാൽ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ നമ്പർ വളരെ കൂടി, അല്ലെങ്കിൽ അതിൻ്റെ മൂർച്ച കൂടി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശിശുക്ഷേമ സമിതി കുട്ടികളുടെ, അതായത് സ്കൂളുകളിൽ ഒരു ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പയിൻ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ആയപ്പോൾ കുട്ടികളുടെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ സൗമ്യ സരിൻ ടോക്കുകൾ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ എന്തായാലും ആ ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെ സംസാരിക്കാം എന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ആരോഗ്യത്തെപ്പറ്റി അത്രത്തോളം കൺസേൺ ഉള്ളത് കൊണ്ടല്ല ഈ 10 പേര് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ 9 പേരുടെയും ഉദ്ദേശം വെറുതെ ഇരുന്ന് ചൊറിയുക എന്നുള്ളത് മാത്രമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ 10ൽ ഒരാളെങ്കിലും ഇത് ശരിക്കും അതിനെപ്പറ്റി അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചോദിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടോക്ക്. ബാക്കി 9 ചൊറിയാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എനിക്ക് 43 വയസ്സായി. എനിക്ക് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ട എന്നും എൻ്റെ ആരോഗ്യത്തിന് എന്ത് നല്ലതാണ് എന്ത് നല്ലതല്ല എന്നും കൃത്യമായിട്ടുള്ളൊരു അവബോധം എനിക്കുണ്ട്. ഞാൻ മാത്രമല്ല, 14 വയസ്സ് തികഞ്ഞ എൻ്റെ മോള് പാപ്പുവും ചില ആവശ്യം ഇപ്പോൾ അവൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അവൾ പുറത്ത് പോകുന്ന സമയത്ത് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറുണ്ട്, മസ്കാര ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, കുഞ്ഞതായിട്ടുള്ള ചെറിയ മേക്കപ്പ് പ്രൊഡക്ട്സുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ മാത്രമല്ല, മോൾ ഉപയോഗിക്കാറുണ്ട്. അവളുടെ വയസ്സ് 14ആണ്. അപ്പോൾ ഈ കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന ആളല്ല ഞാൻ. ഇതിൻ്റെയൊക്കെ സത്യം എന്താണ്, മിഥ്യ എന്താണ്, എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് അറിയാൻ വേണ്ട കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട്. അതിനുള്ള ഒരു ബോധം എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ മുടി കളർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് ചെയ്യണം, എന്ത് വെച്ച് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. അതുപോലെ തന്നെ ടാറ്റു അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നോക്കിയും കണ്ടുമൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ 9 പേരിന്ന് ചൊറിയാനിരിക്കുന്ന 9 പേർക്കുള്ള ഉത്തരമാണ് കേട്ടോ. ബാക്കി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ആ 1% അല്ലെങ്കിൽ 10% ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എൻ്റെ വയസ്സ് 43ആണ്. ഞാനൊരു സ്കൂൾ പഠിക്കുന്ന 5 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നതും വലിയ ആളുകൾ ചെയ്യുന്നതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഇപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ഫ്രീ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയുന്നത് ലിപ്സ്റ്റിക് എന്തോ ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള ഒരു 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 അവബോധം ആളുകളിൽ അങ്ങനെ ഇപ്പോൾ ധാരാളം ലിപ്സ്റ്റിക്കിലുള്ള ലെഡ്, കാഡ്മിയം, അതുപോലെ തന്നെ മെർക്യൂറി എന്നീ ഹെവി മെറ്റൽസ് കുട്ടികളിൽ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ വലിയ ആളുകൾ ഭയങ്കരമായിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള പല മിഥ്യാധാരണകളിലുമാണ് ഇങ്ങനെയുള്ള പല സ്റ്റെപ്പുകളും എടുക്കപ്പെടുന്നത്. കുട്ടികൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ചില തെറ്റായ പ്രവണതകൾ കാണുന്നുണ്ട്. ഈ കൊറിയൻ പ്രൊഡക്റ്റുകളുടെ പുറകെ കുട്ടികൾ, ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വല്ലാതെ അതിനോട് ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രേസ് കാണിക്കുന്നതും കൂടുതലായിട്ട് വളരെ അമിതമായിട്ട് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണത തന്നെയാണ്. പക്ഷേ അത് തെറ്റായിട്ടുള്ള പ്രവണതയാണ് എന്നതുകൊണ്ട് എല്ലാം തെറ്റ് എന്ന് അടച്ച് ആക്ഷേപിക്കാനും പറ്റില്ല. ലിപ്സ്റ്റിക്ക് കുട്ടികളിൽ വലിയ രീതിയിൽ ക്യാൻസറിന് കാരണമാവുന്നു എന്ന് ശാസ്ത്രീയമായിട്ട് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ലിപ്സ്റ്റിക്കിലുള്ള ഹെവി മെറ്റൽസ്, പലരും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ ഹെവി മെറ്റൽസ് വെച്ചിട്ടാണ് ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നത് എന്ന് തോന്നും. അല്ല. അപ്പം അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു അവബോധം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ലിപ്സ്റ്റിക് എന്നുള്ളതല്ല, ഏതൊരു സൗന്ദര്യവർദ്ധക വസ്തുക്കളും ധാരാളം സംഭവങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്രിസർവേറ്റീവ് ഉണ്ടായിരിക്കും, പിന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വാക്സ്, നമ്മുടെ വാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പറയാം, മെഴുക് പോലെയുള്ള സംഭവം, അതിന് ബി വാക്സ് ഉപയോഗിക്കുന്നുണ്ട്, ചിലപ്പോൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള വാക്സ് ഉപയോഗിക്കാറുണ്ട്. പ്രിസർവേറ്റീവുകൾ, ഈ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് അത് ആ ഷേപ്പിലും അതിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറേ കാലം ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ അതൊക്കെ പക്ഷേ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓക്കെ ഇത് ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് പറയുന്ന കെമിക്കലുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ പുറത്ത് വിപണികളിൽ ഇങ്ങനെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കാനുള്ള അനുമതിയുള്ളൂ. അല്ലാതെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ഒരു സ്ഥലത്തും ധാരാളം പരിശോധനകൾക്ക് വിധേയമായിട്ടാണല്ലോ ഏത് പ്രൊഡക്റ്റും, അത് മരുന്ന് മാത്രമല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം പാസ്സായതിന് ശേഷമാണ് ഐഡിയലി ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ പ്രാക്ടിക്കലി എന്നുള്ളത് രണ്ടാമത്തെ വശം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഐഡിയലി തിയററ്റിക്കലി പറയുമ്പോൾ ഇതെല്ലാം പാസ്സായി പുറത്തു വരുന്ന ഒരു പ്രൊഡക്റ്റിൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇവർ പറയുന്നത് എന്താണ്, ലിപ്സ്റ്റിക്കിൽ ഹെവി മെറ്റൽസിൻ്റെ, മെർക്കുറിയുടെയും ലെഡിൻ്റെയും കാഡ്മിയത്തിൻ്റെയും ഒക്കെ അംശം കണ്ടെത്തി. ഈ അംശം കണ്ടെത്തലും അത് ടോക്സിക് ആണോ എന്നും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഈ ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നത് പല പല സംഗതികൾ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ
ഇമോളിയൻസ് ഉണ്ട്, അതായത് അതിന് ആ ഒരു നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആവാതിരിക്കാനും അതിന് ആ ഒരു ക്രീമി ടെക്സ്ചർ കൊടുക്കാനും പലതരത്തിലുള്ള ഇമോളിയൻസ്, അതിന് പലപ്പോഴും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനറൽ ഓയിലുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രിസർവേറ്റീവുകളുണ്ട്. ഇനി ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ അതിന് കളർ, പല കളർ അല്ലേ, അപ്പോൾ ആ കളർ കൊടുക്കുന്ന ചില കെമിക്കലുകളുണ്ട്. അത് ചിലപ്പോൾ ടൈറ്റാനിയം ഓക്സൈഡ്, ഫെറിക് ഓക്സൈഡ് എന്നൊക്കെ പറയുന്ന കെമിക്കലുകളാവാം, ചിലപ്പോൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള കളറുകളും ആവാം. അപ്പോൾ ഈ കെമിക്കലുകൾ ഇത് രണ്ടും നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോഡികൾ അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. കെമിക്കലായിട്ടുള്ള കൊടുക്കുന്ന ടൈറ്റാനിയം ഓക്സൈഡ് ആയാലും അയൺ ഓക്സൈഡ് ആയാലും അത് അപ്രൂവ്ഡ് ആണ്. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ബീട്രൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള കളറുകൾ നമ്മൾ നാച്ചുറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കളറിൽ നിന്ന് എടുക്കുന്നത് ഇതൊക്കെ അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഈ കെമിക്കലുകൾ എടുക്കുമ്പോൾ ഈ കെമിക്കൽ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇതൊക്കെ മണ്ണിൽ നിന്ന് എടുക്കുന്നത് അല്ലേ. ഇപ്പോൾ അയൺ ആയാലും കോപ്പർ ആയാലും എന്ത് ലോഹങ്ങളും ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഈ പ്രകൃതിയിൽ നിന്നാണ്. ഇതൊക്കെ വരുന്നത് അയണായിട്ടല്ല വരുന്നത്, ഇതൊക്കെ അയിരുകളായിട്ടാണ് വരുന്നത്, മിശ്രിതങ്ങളായിട്ടാണ് അല്ലേ, ലോഹ അയിരുകളായിട്ടാണ്. അപ്പം നമ്മൾ എത്രത്തോളം അതിനെ തരംതിരിച്ചെടുത്താലും നമുക്ക് 100% പ്യുവർ ആയിട്ട് ഈ അയൺ ഓക്സൈഡ് ആയിട്ടും ടൈറ്റാനിയം ഓക്സൈഡ് ആയിട്ടൊന്നും കിട്ടില്ല. ഇതിലൊക്കെ 0.0001% ബാക്കി ലോഹങ്ങൾ കലർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു ലോഹത്തിന്റെ അംശം കണ്ടെത്തി എന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ലോഹത്തിന്റെ അംശം കണ്ടെത്തിയതുകൊണ്ട് അത് ആരോഗ്യത്തിന് ഹാനികരമാവുന്നുമില്ല. നമ്മളൊരു ഏത് സംഭവമാണെങ്കിലും അത് ലോഹമാവട്ടെ, കെമിക്കലാവട്ടെ, മരുന്നാവട്ടെ, ഈവൻ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്ത് പദാർത്ഥം ആവട്ടെ, ഒരു സേഫ് ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ടോക്സിക് ലിമിറ്റും ഉണ്ട്, ഒരു സേഫ് ലിമിറ്റും ഉണ്ട്. നമുക്ക് എത്ര വരെ ആരോഗ്യപരമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ പാരസെറ്റമോൾ മരുന്ന് നമ്മൾ തലങ്ങും വിലങ്ങും എല്ലാത്തിനും ഉപയോഗിക്കുന്ന, പനിക്ക് ഉപയോഗിക്കുന്നു, വേദനകൾക്ക് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ലെവലുണ്ട്. അതിനപ്പുറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലിവറിനെ ബാധിക്കും അല്ലേ, കിഡ്നികളെ ബാധിക്കും. അതിനാണ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് അറിയാം എത്ര വരെ മാക്സിമം ഇത് പോകാൻ പറ്റും. അത് മരുന്നുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഏത് ലോഹവും ഇപ്പോൾ ഒരു ലോഹം ഒരു ഡെയിലി ഇത്ര എക്സ്പോഷറിന് മീതെ പോയി കഴിഞ്ഞാൽ, ഇത്ര PPM മീതെ പോയി കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ലെവലുകൾ എല്ലാ ലോഹങ്ങൾക്കും എല്ലാ പദാർത്ഥങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒന്നിലും ഈ ലോഹങ്ങളൊക്കെ വളരെ തുച്ഛം അളവിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അടച്ച് ആക്ഷേപിക്കലോ അല്ലെങ്കിൽ കാടടച്ച് വെടിവെക്കലോ അല്ല ആവശ്യം. നമ്മൾ കംപ്ലീറ്റ് നിരോധനമല്ല ആവശ്യം. ഇപ്പോൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ നിരോധിക്കാം. പക്ഷേ നമ്മുടെ ടീനേജ് ആയിട്ടുള്ള കുട്ടികളെ 12 വയസ്സ് 13 വയസ്സ് നമ്മളും ആ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ അവർക്ക് ഒരുങ്ങി നടക്കാനും ഇങ്ങനെയുള്ള ചില പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കാനും ഒക്കെ താല്പര്യം കാണും. എൻ്റെ മോള് അങ്ങനെയൊക്കെ കുഞ്ഞിതായിട്ടൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് അത് വേണ്ട എന്ന് പറയുന്നതിന് പകരം എങ്ങനെയാണ് ഒരു നല്ല പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഫൗണ്ടേഷൻ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങരുത്, എന്തൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ കുട്ടികളെ അവബോധം ഉണ്ടാക്കുകയല്ലേ വേണ്ടത്, അവരെ അവയർനെസ് കൊടുക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ നമ്മൾ ഇതെല്ലാം നിരോധിക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ഒരു ആവാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇതൊന്നും വേണ്ട, നമ്മൾ അങ്ങനെ സ്കൂളുകളിൽ ഇത് വേണമെങ്കിൽ നിരോധിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം എല്ലാമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ വേണ്ടത് കുട്ടികൾക്കൊരു അവയർനെസ്. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കുണ്ടോ കൃത്യമായിട്ടുള്ള അവയർനെസ്? വലിയ ആളുകൾക്കുണ്ടോ? ഇപ്പോൾ ഈ വെളുത്ത് പാർന്ന ക്രീം എത്ര പേര് പോയി വാങ്ങിച്ച് നമുക്ക് ചീപ്പ് ക്വാളിറ്റി, നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന, പെട്ടെന്ന് റിസൾട്ട് കിട്ടും, വില കുറവെന്ന് കണ്ടാൽ നമ്മൾ എന്തും പോയി വാങ്ങി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നേച്ചറായിട്ടുള്ള, അപ്പം ഹെർബൽ എന്ന് പറഞ്ഞാൽ അതെല്ലാം സേഫ് ആണെന്നാണ്. അല്ല, ഇപ്പോൾ ഇരുമ്പാമ്പുളി, ഒരു പരിധിക്കപ്പുറം ഇരുമ്പാമ്പുളി കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഹെർബലാണ്, നേച്ചറിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സേഫ് ആണെന്ന് ഒരർത്ഥമില്ല. എല്ലാം നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. കെമിക്കലുകളും രാസപദാർത്ഥങ്ങളും നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. സോ നമ്മുടെ നേച്ചറിൽ എല്ലാത്തിലും കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നമ്മുടെ വാഴപ്പഴത്തിൽ, നമ്മൾ കഴിക്കുന്ന കരിക്കിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യം കൂടി നമുക്ക് പല ഹെൽത്ത് ഹസാർഡും വരാം. നമ്മുടെ ടാപ്പിയോക്ക, മരച്ചീനി, കപ്പയിൽ ചെറിയ അളവിൽ സയനൈഡ് അടങ്ങിയിട്ടുണ്ട്. കപ്പയുടെ ഇല ഒരു പരിധിക്കപ്പുറം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആടുകൾ അല്ലെങ്കിൽ പശുക്കളൊക്കെ ചത്തുപോകുന്നത് കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? സയനൈഡ് ഓവർഡോസ് ആവുന്നത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കപ്പ കഴിച്ചാൽ നമ്മൾ മരിക്കുന്നുണ്ടോ? അതിൽ സയനൈഡ് ഉണ്ട്, അത് സത്യം തന്നെയാണ്, തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന പല സംഗതികളിലും ഇത്തരത്തിൽ ധാരാളം പല കെമിക്കലുകളും ലോഹങ്ങളും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും സംഭവിക്കാത്തത് അതിൻ്റെ അളവ് തുച്ഛമായതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ലിപ്സ്റ്റിക്കുകൾ നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജ് കുട്ടികളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള അവബോധം കൊടുക്കുക എന്നുള്ളതാണ്. അതുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ്, ഇപ്പം ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണ്, നമ്മൾ എന്തൊക്കെയാണ് ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ്, ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഫോർ എക്സാമ്പിൾ, ഇന്ന് നമ്മുടെ ടോപ്പിക് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് പറയുകയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ബ്രാൻഡ് ക്വാളിറ്റി. ഒരു കാരണവശാലും ഈ ചീപ്പ് ബ്രാൻഡുകൾ വില കുറഞ്ഞു എന്നുള്ള കാര്യം കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. ഞാനൊരു ലിപ്സ്റ്റിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ
അത് ക്വാളിറ്റി നോക്കി മാത്രമാണ് ഞാൻ നല്ല ബ്രാൻഡുകളുടെ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ. രണ്ടാമത്തേത്, അതിൻ്റെ കണ്ടന്റുകൾ, ഏത് ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയാലും കണ്ടന്റ് വായിച്ചു നോക്കുക. ആ കണ്ടന്റുകളിൽ ഹെവി മെറ്റൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ മെർക്യൂറി അയണോ, മെർക്യൂറി ടാലിയം അല്ലെങ്കിൽ ടാലേറ്റ്, അതുപോലെ ലെഡ്, കാഡ്മിയം, അങ്ങനെയുള്ള ഹെവി മെറ്റൽസ് അതിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ്, അതിന് മണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കലുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ട്രൈക്ലോസാൻ പോലെയുള്ള, നമുക്ക് അങ്ങനെ പാരബൻ, അങ്ങനെയൊക്കെയുള്ള നമുക്ക് ചെറിയ ചെറിയ ഹെൽത്ത് ഹസാർഡുകൾ ഉണ്ടാക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതികൾ ആ കണ്ടന്റുകളിൽ ഉണ്ടെങ്കിൽ, പ്രധാനമായിട്ട് ടാലേറ്റുകൾ, പാരബൻ, അതുപോലെ മെർക്യൂറി, ലെഡ്, കാഡ്മിയം, അങ്ങനെയുള്ള ഹെവി മെറ്റൽസുകൾ, ട്രൈക്ലോസാൻ, അങ്ങനെയുള്ള അതുപോലെ തന്നെ മണം കൊടുക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാം. നമ്മൾ എന്ത് പ്രിഫർ ചെയ്യാം കൂടുതലായിട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള, ഇപ്പോൾ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓയിലുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡൈകൾ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇപ്പോൾ ബി വാക്സ്, നമ്മൾ മെഴുകിന് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബി വാക്സ് ഉപയോഗിക്കുക, കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ, ആൽമണ്ട് ഓയിൽ, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഗതികളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ല. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, കെമിക്കലുകൾ നമുക്കൊരിക്കലും ബാൻ ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. കെമിക്കലുകൾ അതിൻ്റെ സേഫ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാര്യം എല്ലാം ഇങ്ങനെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ നേച്ചറിൽ നിന്ന് എടുത്തിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ നേച്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ തന്നെയാണ് ആഫ്റ്റർ ഓൾ. ഇനി എനിക്ക് പറയാനുള്ളത് പല സർട്ടിഫിക്കേഷൻസിനെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ലിപ്സ്റ്റിക് ആവട്ടെ, മസ്കാര ആവട്ടെ, ഐലൈനർ ആവട്ടെ, നമ്മുടെ നാട്ടിൽ വിപണികളിൽ എത്തണമെങ്കിൽ അതിനു മുമ്പ് ധാരാളം പരിശോധനകൾ കഴിയേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ ക്വാളിറ്റി ചെക്കിന് പല ബോഡികളുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ലെവലിലും ക്വാളിറ്റി ചെക്കിന് ബോഡി ഉണ്ട്. പിന്നെ അതുപോലെ BIS സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ളതാണ്. ഇനി നല്ല പ്രൊഡക്റ്റുകൾ, ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റുകളാണെങ്കിൽ അതിന് വേറെ ചില നമുക്ക് ചില സർട്ടിഫിക്കേഷൻസ് കൂടി നോക്കാം. അതാണ് ഇപ്പോൾ പെറ്റ ഇന്ത്യ എന്ന് പറയുന്നത് നല്ലൊരു സർട്ടിഫിക്കേഷനാണ്. എക്കോസേർട്ട്, USDA, അതുപോലെ കോസ്മോസ് ഓർഗാനിക്, ഇങ്ങനെയൊക്കെയുള്ള പല സർട്ടിഫിക്കേഷൻസും ഇൻ്റർനാഷണൽ ലെവലിലുള്ള നല്ല പ്രൊഡക്റ്റുകൾക്കുള്ള സർട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ബ്രാൻഡ് ക്വാളിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റിനൗണ്ട് ആയിട്ടുള്ള ബ്രാൻഡുകൾ വിത്ത് ഓൾ ദീസ് സർട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻസ് നോക്കുക, അതിൻ്റെ കണ്ടന്റ് നോക്കുക, ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ ഒഴിവാക്കുക. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, എലിയെ പേടിച്ച് ഇല്ലം ചൂടുക എന്ന് പറയും അല്ലേ. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റും നമ്മുടെ കുട്ടികളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർനെറ്റും വൈഫൈയും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഓരോ പ്രായത്തിൽ, ഇപ്പോൾ 14 വയസ്സിലെ എൻ്റെ പാപ്പു ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് നല്ലത് ഏത് ചീത്ത ഏതെന്ന് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അതുതന്നെയാണ് നമ്മുടെ ശിശുക്ഷേമ സമിതിയും. ഇപ്പോൾ ഒരു പ്രത്യേക വയസ്സിന് താഴെ ഇത് കംപ്ലീറ്റ് നമുക്ക് വേണമെങ്കിൽ വേണ്ട എന്ന് പറയാം. പക്ഷേ ടീനേജിലേക്ക് പോകുമ്പോൾ, കുട്ടികൾ അഡോളസെൻറ്റ് കൗമാരപ്രായത്തിലേക്ക് പോകുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് അവർക്കിതിൽ കൂടുതൽ അവയർനെസ് ആണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് നല്ലൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ആണ് കൂടുതൽ ആവശ്യം. സോ കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ ബാൻ ചെയ്യാനും നിരോധിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ അവയർനെസ് കൊടുക്കാനും കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിയും ബോധവും വെച്ച് കൊടുക്കാനാണ് പ്രയാസം. സോ നിരോധനം മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത്. സോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചൊറിയന്മാർക്കുള്ള ഉത്തരം ഞാൻ ആദ്യമേ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ബുദ്ധിയും ബോധമൊക്കെ, ഒരു കോമൺ സെൻസ്, ഈ പറയുന്ന 43 വയസ്സിൽ എനിക്ക് വേണ്ട ഒരു കോമൺ സെൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ചൊറിയുന്ന നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കോമൺ സെൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത്, ഈ ചൊറിയുന്ന സമയം അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ 10% ആത്മാർത്ഥമായിട്ട് ചോദിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോക്ക് ഇട്ടത്. നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് എല്ലാവരിലേക്കും, പ്രത്യേകിച്ച് എല്ലാ ടീനേജ് കുട്ടികളിലേക്കും അവരുടെ അച്ഛനമ്മമാരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ ഇനി നമ്മുടെ ടോക്കിൻ്റെ താഴെ ലിപ്സ്റ്റിക് എന്താ, ടാറ്റു എന്താ എന്നൊന്നും ചോദിച്ചിട്ട് ആരും വരില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ ടോക്കിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ബൈ.